നമസ്കാരം. ന്യൂസ് 4ലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നേര്യമംഗലത്ത് കാട്ടാനാക്രമണത്തിൽ 70കാരി മരിച്ചതിൽ വൻ പ്രതിഷേധം. കോതമംഗലത്ത് മൃതദേഹവുമായി റോഡ് ഉപരോധിച്ച് UDF-ഉം നാട്ടുകാരും. ബലം പ്രയോഗിച്ച് മൃതദേഹം നീക്കി പോലീസ്. ഒരു മാസത്തിനിടെ കൊല്ലപ്പെടുന്നത് 5ാമത്തെയാൾ. സർവകക്ഷി യോഗം വിളിച്ച് വനമന്ത്രി. KSU പൂക്കോട് സർവകലാശാലയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിച്ചാർജ്. പ്രതികൾക്ക് വേണ്ടി പാർട്ടി ഇടപെട്ടിട്ടില്ലെന്ന് CPM. CBI അന്വേഷണത്തിൽ സർക്കാർ തീരുമാനമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. കേരള സർവകലാശാല കലോത്സവത്തിന്റെ പേരിന് വിലക്ക്. ഇന്തിഫാദ എന്ന പേര് വിലക്കി വൈസ് ചാൻസലർ. നടപടി ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന്. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷം. ട്രഷറിയിൽ കടുത്ത നിയന്ത്രണം. പിൻവലിക്കാവുന്ന പരമാവധി തുക 50,000 മാത്രം. 3 ദിവസത്തിനുള്ളിൽ പ്രശ്നപരിഹാരമെന്ന് ധനമന്ത്രി. ട്രഷറിയിൽ പൂച്ച പെറ്റുകിടക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആക്ഷൻ കൗൺസിലിന്റെ സമരം. അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ BJP-യിൽ പൊട്ടിത്തെറി. PC ജോർജിനായി പരസ്യ പ്രതികരണം നടത്തിയ ജില്ലാ നേതാവിനെ പുറത്താക്കി. സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് കേന്ദ്ര നേതൃത്വമെന്ന് K. സുരേന്ദ്രൻ.